ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം. അതിന് മുന്നേ ഒരു ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണേ. ഓക്കെ, ആദര ചെന്ന് നമ്മുടെ അക്ബറുടെ അടുത്ത് ആര്യൻ്റെ അടുത്തും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഇന്നത്തെ ടാസ്കല്ല, പാവശാസ്ത്ര ടാസ്കിൽ വിളിച്ചതാണ്. പക്ഷെ ഇന്നാണ് അത് പൊങ്ങി വന്നിരിക്കുന്നത്. പാവശാസ്ത്ര ടാസ്കിൽ ഞരമ്പൻ എന്നാണ് വിളിച്ചിട്ടുണ്ട്. ബസ്സിൽ പോകുന്ന ഞരമ്പൻ എന്ന് നമ്മുടെ അക്ബറിനെ വിളിച്ചിട്ടുണ്ട്. അക്ബർ അത് വളരെയധികം പേഴ്സണലായി എടുത്ത് ലാലേട്ടനോടൊക്കെ കംപ്ലയിൻറ്റ് പറഞ്ഞതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഇൻ്റർവ്യൂ നടത്തുന്നതിൻ്റെ ഇടയിൽ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലത് ഒന്നും കൂടി കുത്തിപ്പൊക്കാൻ വേണ്ടി അവരുടെ ഇടയിൽ ചെന്നിരിക്കുകയാണ്. എന്നിട്ട് അനുവിനെ കൊണ്ട് സോറി പറയിക്കണം, ഇവരുടെ ഇടയിൽ കൊണ്ടിരുത്തി അനുവിനെ കൊണ്ട് സോറി പറയിപ്പിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഇടയിലേക്ക് പോകരുത്, നൂറും പറഞ്ഞിട്ടുണ്ട് അവരുടെ ഇടയിൽ ചെന്നിരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് അനുവായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ ഞാൻ അവരുടെ ഇടയിൽ ചെന്നിരുന്ന് വേറെ പ്രശ്നം ഉണ്ടാക്കേണ്ടതെന്ന് കരുതിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല. ബിഗ് ബോസ് ഹൗസിൽ ആരുടെ ഇടയിൽ വേണമെങ്കിലും ചെന്നിരിക്കുക. നമ്മൾ പ്രേക്ഷകർ കാണുമ്പോഴാണ് ഇവർ കട്ടപ്പയാണോ ഇവർ മറ്റതാണോ നമ്മളാണ് തീരുമാനിക്കുക. ഇവർക്ക് എവിടെ വേണമെങ്കിലും ചെന്നിരിക്കാം. പക്ഷെ അവരുടെ പേഴ്സണാലിറ്റി നമ്മൾ കണ്ട് അളക്കും എങ്ങനെയൊക്കെയാണ് അവരവിടെ പെരുമാറുന്നത്. പക്ഷെ ആദരവിടെ ശരിക്കും തറ പരിപാടിയാണ് ചെയ്യുന്നത്. അനുവിനെ കുറിച്ചിട്ട് അവിടെ ചെന്ന് പറയണം, അനു ചെയ്തത് ശരിയായില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അനുവിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, അവിടെ ചെന്ന് പറയേണ്ട ആവശ്യമില്ല. ശരിയല്ലേ, സോറി പറയിപ്പിക്കുന്നത് വേണം. അത് ഞാൻ അതിൽ പങ്കില്ല എന്നുള്ള ലെവലിലാണ്. അപ്പോൾ അനു ഇത് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് നൂറയുടെ അടുത്ത്, എന്താ അവർ ആദിലിനെ വിളിച്ചതാണോ അതോ ആദില അങ്ങോട്ട് പോയതാണോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നൂറ പറയേണ്ടത് ആദില അങ്ങോട്ട് പോയതാന്ന് തോന്നുന്നത്, എനിക്കറിയില്ല, നൂറയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല, അനുവിന് തീരെ ഒട്ടും താല്പര്യമില്ല അങ്ങോട്ട് പോയത്. അപ്പോൾ ആദിലിരുന്നിട്ട് അനുവിൻ്റെ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ നൂറ് അനുവും കൂടിയിട്ട് അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കേണ്ടത് എന്താണെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരാണെങ്കിൽ ഞരമ്പ് രോഗി എന്ന് വിളിച്ചതിന് തെറ്റ് പറയണം, സോറി പറയിപ്പിക്കണം, നമുക്ക് എന്നുള്ള ലെവലിലുള്ള ടോക്കിംഗ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സംഭവം ശരിയാണ്, അങ്ങനെ വിളിക്കാൻ പാടില്ല. ബസ്സിൽ ഇരിക്കുന്ന ഞരമ്പ് രോഗി, അവരുടെയൊക്കെ പിടിക്കാൻ നിൽക്കുന്ന ഞരമ്പ് രോഗിയുടെ പോലെയാണ് ഉപമിച്ചിരിക്കുന്നത്. അതിനൊരു സോറി പറയേണ്ടത് അത്യാവശ്യം ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് സോറി പറയാൻ ഇൻ്റർവ്യൂവിൽ പറയാൻ പറഞ്ഞപ്പോഴും പറഞ്ഞത് എന്താണ്, എനിക്ക് അന്നത്തെ വേദനയിൽ അത് പറയാൻ എനിക്ക് മനസ്സ് തോന്നിയില്ല, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് ഇപ്പോഴും ആളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ അവരത് ടോക്ക് ചെയ്യണേലും ഓക്കെയാണ്. പക്ഷെ കൂട്ടുകാർ ഇവിടെ നിന്ന് ചെന്ന് അവിടെ ചെന്ന് കൊളുത്തി കൊടുക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ ടോക്കിങ്. ഓക്കെ.